കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ നാളുകൾ. ഒരു മാസം നീണ്ടുനിൽക്കുന്ന സുഖചികിത്സയ്ക്ക് വടക്കുംനാഥ സന്നിധിയിൽ ശുഭാരംഭമായി. സുഖചികിത്സയുടെ കർക്കടകം പിറന്നതോടെ ഗജവീരക്കൂട്ടങ്ങൾക്കും ഇനി നല്ല നാളുകളാണ്. ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സാ ക്രിയകൾക്ക് വർഷങ്ങളായി കൊച്ചിൻ ദേവസ്വം ബോർഡ് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ചെവനപ്രാശം, അരി, അഷ്ടചൂർണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിവിധങ്ങളായ സിറപ്പുകളും ഗുളികകളുമാണ് സുഖചികിത്സാ കാലയളവിൽ ദേവസ്വത്തിലെ ആനകൾക്ക് നൽകുന്നത്. തീർത്തും ആയുർവേദ ചികിത്സാ രീതിയിലുള്ള ചേരുവകൾ യഥാവിധി കൃത്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ നൽകുന്നതോടെ ഗജവീരക്കൂട്ടവും ഉഷാറാകും. തിരക്കേറിയ ഉത്സവാഘോഷങ്ങൾക്കും എഴുന്നള്ളിപ്പുകൾക്കും മറ്റും വിശ്രമം നൽകുന്ന ഒരു ഇടവേള കൂടിയാണ് കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖചികിത്സാ കാലം. വിഭവസമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യ പരിപാലന മരുന്നുകളും സേവിച്ചു കഴിയുന്ന ആനകളെ ഇക്കാലയളവിൽ പറമ്പ് വിട്ട് പുറത്തു കൊണ്ടുപോകാറുമില്ല. പതിവ് പോലെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ലളിതമായ ചടങ്ങുകളോടെയാണ് ഇക്കുറിയും ദേവസ്വം കൊമ്പന്മാർക്ക് സുഖചികിത്സയ്ക്ക് തുടക്കമായത്. തേച്ചു കുളിപ്പിച്ച് കുറി തൊട്ട് കൊമ്പന്മാരെ ക്ഷേത്രാങ്കണത്തിലെത്തിച്ച് മരുന്ന് ചേരുവകളോടുകൂടിയ ചോറുരുളയും ഫലവർഗ്ഗങ്ങളും നൽകി ഊട്ടി. നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റേതായി 10 ആനകളുണ്ടെങ്കിലും തൃപ്രയാർ രാമചന്ദ്രൻ, രവിപുരം ഗോവിന്ദൻ, എറണാകുളം ശിവകുമാർ, സീതാരാമൻ എന്നീ 4 കൊമ്പന്മാരാണ് സുഖചികിത്സയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ VN ഹരി ആദ്യ ഉരുള നൽകി സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി VA ഷീജ, അസിസ്റ്റന്റ് കമ്മീഷണർ A ജയകുമാർ, ജീവധനം മാനേജർ വത്സൻ, ക്ഷേത്രക്ഷേമ സമിതി കൺവീനർ TR ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ.